സംഘർഷഘടന ആർട്ട് ഓഫ് വാർഫെയർ ഡയറക്റ്റഡ് ബൈ കൃഷാന്ത്. കൃഷാന്ത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വെറൈറ്റി സിനിമകൾ എടുക്കുന്ന ഡയറക്ടറാണ്. പുള്ളിയുടെ ഫേവററ്റ് ആയിട്ടുള്ള മൂവി എനിക്ക് പുരുഷ പ്രേതമാണ്. അതുകൂടാതെ പുള്ളി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമയായ ആവാസവ്യൂഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അതുകൂടാതെ പുള്ളിയുടെ വേറെയും വർക്ക്സൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഭയങ്കര രസമായിരിക്കും. സിനിമ എന്നുള്ള ആർട്ട് ഫോമിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണിക്കുന്ന ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഒരു ജാപ്പനീസ് ഇൻഫ്ലുവൻസ് ഉള്ള രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സ്റ്റാറിങ് വിഷ്ണു അഗസ്ത്യ, പിന്നെ നമ്മുടെ ഇതിലേക്കുള്ള കരിക്കിലേക്കുള്ള മച്ചാന്മാരുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ എടുത്ത് പറയാം. ജിൻസ് ഷാൻ ചേട്ടൻ കുറേ സിനിമകളിലുണ്ട്, കരിക്കിൻ്റെ ഇതിലൊക്കെ ഉണ്ട്, ഷോർട്ട് ഫിലിംസിൽ വരാറുണ്ട്. അതേപോലെ തന്നെ രാഹുൽ രാജഗോപാൽ കരിക്കിൽ തന്നെ ഉള്ള മച്ചാനാണ്. പിന്നെ നമ്മുടെ മൃദുല മുരളി. മൃദുലനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം പെട്ടെന്ന് മനസ്സിലായില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചത് മൃദുല തന്നെയല്ലേ എന്നുള്ളത്. വളരെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൃദുലേനെ കുറേ നാൾക്ക് ശേഷം കണ്ടു. അതും വ്യത്യസ്തമായ ഒരു പോലീസ് റോളിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ഓഫ് ദ മൂവി 2 പേര്, ഒന്ന് വിഷ്ണു അഗസ്ത്യ, രണ്ടാമത്തത് സനൂപ് പടവീടൻ എന്ന് പറഞ്ഞ മച്ചാൻ. എൻ്റെ പൊന്നെ കിടിലൻ റോള്. നമ്മുടെ വിഷ്ണുജിത്ത് എന്നല്ലേ, നമ്മുടെ പ്രാങ്കൂട് ഷാപ്പിലൊക്കെയുള്ള നമ്മുടെ മച്ചാനില്ലേ, നമ്മുടെ കൽക്കിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുടെ ഒരു ശരീരമൊക്കെ ഇട്ട് ആൾറെഡി പൊക്കമായിട്ട് ഒരു കിടിലൻ മച്ചാൻ. സൂപ്പറായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. വൺ വെറൈറ്റി പടം വരുന്നത്, വൺ വെറൈറ്റി. ദിസ് ഈസ് ഡെഫിനറ്റ്ലി നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. പക്ഷേ എനിക്ക് ഉറപ്പാണ് സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന, ഭയങ്കര വ്യത്യസ്തമായ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മൂവീസും എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇത് കിടുവായിരിക്കും. പക്ഷെ ഇത് അവാർഡ് ലെവലിലുള്ള ആ ഒരു എന്താ പറയുക ഭയങ്കര സ്ലോ പേസ്ഡ് ഒരു പടമല്ല. ഇത് വളരെ എൻഗേജിങ് ആയിട്ടും കുറേ നല്ല രീതിയിൽ കോമിക് എലമെൻസോടെ ഉള്ള ഒരു സാധനമാണ്. അതും ശരിക്കും ഒരു ജാപ്പനീസ് പടത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ചാപ്റ്റർ ഖണ്ഡമായിട്ട് കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. ഈവൻ ഓരോ ചാപ്റ്റർ വരുമ്പോൾ കാണിക്കുന്ന ആ വിഷ്വൽസൊക്കെ എൻ്റെ മുന്നിൽ വെറുതെ കിടുമായിരുന്നു. മെയിൻലി ആ ഒരു ജാപ്പനീസ് ആനിമയൊക്കെ കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി ഐ ആം ആൻ ആനിമി ഫാൻ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഭയങ്കര രസമായിരുന്നു. ഈവൻ യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കൊക്കെ ആ ഒരു പാൻ ഏഷ്യൻ ടൈപ്പ് മ്യൂസിക്കും പരിപാടികളൊക്കെ ആയിരുന്നു. കുറേ റെഫറൻസുകൾ ലാസ്റ്റ് എഴുതി കാണിച്ചായിരുന്നു. ഇന്ന ജാപ്പനീസ് പടങ്ങളിലുള്ള റെഫറൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ചെയ്തേക്കണതെന്നൊക്കെ കിടുവായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വളരെ പുതിയ കാലഘട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമ, പക്ഷേ ഇന്ന ജാപ്പനീസ് വേ, അത് ഭയങ്കര രസമാണ്. അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് കണക്റ്റ് ആയെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് രണ്ടറ്റമാണ് എനിക്ക് തോന്നണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കട്ടയ്ക്ക് കണക്റ്റ് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒട്ടും കണക്റ്റ് ആവില്ല. ഞാൻ എന്തായാലും ആ കണക്റ്റ് ആയ വിഭാഗത്തിൽ പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് കണക്റ്റ് ആവില്ലയോ ഒന്നും എനിക്കറിയില്ല. കൃഷാന്ത് എന്നുള്ള ഡയറക്ടറിൻ്റെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡയറക്ടോറിയൽ വെഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇതും ഡിസപ്പോയിൻ്റ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ആസ്വാദന സംഭവം എൻ്റെ ആയിട്ട് സെയിം ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഓടിക്കയറി വന്ന് കണ്ടിട്ട് നിരാശരായിട്ട് എന്നെ ചീത്ത വിളിക്കാൻ വരരുത്. അപ്പോൾ ഒരു ഓപ്പൺ മൈൻഡോടെ സിനിമ കാണാൻ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇതൊരു വെറൈറ്റി അനുഭവമായിട്ട് ഫീൽ ചെയ്യേക്കാം. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഞാൻ അതിൽ പെടുന്ന ഒരാളല്ല. പക്ഷേ അതിനകത്ത് അതിൻ്റെ ക്യാമറ വർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് അതിൽ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അതൊരു സ്പെഗറ്റി വെസ്റ്റേൺ ടൈപ്പ് ഒരു സാധനമാണെങ്കിൽ ഇത് വേറൊരു തരം ഒരു സംഭവമായിരുന്നു. ഇത് കുറച്ചും കൂടി എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ്, അതും കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. പാലാരിട്ടൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഗോൾഡൻ ഡ്രാഗൺ, ഇതിനകത്ത് തമ്മനൻ ഡ്രാഗൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പിന്നെ സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ജാപ്പനീസ് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആരാന്ന് എനിക്ക് അറിയില്ല. ഡെഫിനറ്റ്ലി എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദ മ്യൂസീഷ്യൻ. ആരാണോ ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ദയവ് ഇത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് എനിക്ക് ആകെ കാസ്റ്റ് ആൻഡ് ക്രൂവിൽ കാണാൻ പറ്റുന്നത് ബുക്ക് മൈ ഷോയിൽ 2 പേരുടെ, വേറെ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയ 2 പേരെ കൊടുത്തിട്ടുള്ള ഇതിനകത്ത്. ഒന്ന് ഡയറക്ടറുടെ പേര് കൃഷാന്ത് ആർക്കെ എന്നും, രണ്ടാമത് സിനിമാറ്റോഗ്രാഫർ. അതിലേക്ക് ഞാൻ വരാം. എഡിറ്റർ തീർച്ചയായിട്ടും ഇതിലെ ഡയറക്ടർ തന്നെയാണ്, കൃഷാന്ത് തന്നെയാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കിടിലൻ പറഞ്ഞാൽ കിടിലൻ എഡിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഡയറക്ടർ തന്നെ സിനിമ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് വേറെ ലെവലിൽ വരാറുണ്ട്. കൃഷാന്ത് ഇസ് എ ബ്യൂട്ടിഫുൾ എഡിറ്റർ.
അടിപൊളിയായിട്ട് ഈ സിനിമ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രഫി അതിലേക്ക് വരാമെന്ന് ഞാൻ പറയാൻ കാരണം ഇത് കിടിലം ഫ്രെയിംസാടേ, വേറെ ലെവൽ ഫ്രെയിംസ്. സോണിയുടെ ഏതോ ക്യാമറ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏത് ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അറിയില്ല, വെനിസ് ആണോ എന്താണെന്ന് അറിയില്ല. എൻ്റെ മോനെ വിഷയം ഫ്രെയിംസാണ്. ബൈ ദ വേ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് റേഷ്യോയിലാണ്, 2.00:1 റേഷ്യോയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അയ്യോ, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര വലിയ ഒരു സങ്കടം എനിക്ക് ഇവിടെ രേഖപ്പെടുത്താനുണ്ട്. ഈ സാധനം എടുത്തിരിക്കുന്നത് 2.00:1 റേഷ്യോയിലാണ്. അതായത് ആ ഒരു റേഷ്യോയ്ക്ക് യൂണിവിസിയം എന്ന് കൂടെ പറയും. അത് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ 2.00:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ യൂണിവിസിയം എന്നുള്ള ഒരു റേഷ്യോ എന്നുള്ളൊരു പേര് ഇതിനുണ്ട്. അത് ഞാൻ ഈ പടം നോക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ഒന്നും കൂടി ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. ഞാനൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്. പക്ഷേ ഞാൻ കണ്ടത് ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. PVR ലുലു മോളിലുള്ള OD2 അഥവാ സ്ക്രീൻ 2-ലാണ്. അതൊരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ്. എന്നിട്ടുണ്ടല്ല ഇവിടെ ഇത് സ്കോപ്പ് കണ്ടെയ്നറിൽ എന്താണ്ടും കൊണ്ടേ ഇട്ട് നശിപ്പിച്ച് പണ്ടാറടക്കി കളഞ്ഞു. അവിടുത്തെ പ്രൊജക്ഷൻ കളർ എനിക്കിപ്പോൾ തമ്മിൽ ഭേദം ബെറ്റർ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഈ സിനിമയിൽ എനിക്ക് ആകെ നിരാശ തോന്നിയൊരു കാര്യം അതായിരുന്നു. അതായത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ഇതിൻ്റെ ഡയറക്ടറിനെയും അവരുടെ ആശയത്തെയും അവരുടെ ആ ഒരു ആർട്ടിനെ നശിപ്പിക്കുന്ന വിധത്തിൽ ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്ത് കോളാക്കി കളഞ്ഞു. ഈ സിനിമയുടെ 4 ഭാഗത്തും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. അതും മുകളിൽ 2 സൈഡിലും വീതി കൂടുതലും അടിയിൽ വീതി കുറവും. പണ്ട് ഞാൻ മൊയാന എന്നുള്ള സിനിമ സ്ക്രീൻ 3 PVR ഫോറം മോളിൽ റോങ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്തതിനെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേ വൃത്തികേടാണ് ഇന്ന് ഇവിടെ കാണിച്ചത്. അന്ന് അത് സ്കോപ്പ് റേഷ്യോ ഒരു സ്ക്രീനിൽ കൊണ്ടുപോയി ഫ്ലാറ്റ് ഇട്ട് ബക്കറ്റ് ഇൻവേഴ്സ് എഫക്റ്റ്, ബക്കറ്റ് കമഴ്ത്തി വെച്ച പോലത്തെ ഒരു എഫക്റ്റ്. നമ്മളൊരു ബക്കറ്റ് എടുത്ത് കമഴ്ത്തി വെച്ച് എങ്ങനെ ഉണ്ടാവും? ബക്കറ്റിൻ്റെ വാവട്ടം വലിയ ഭാഗം അടിയിലും മോൾ ഭാഗം ചെറിയ രീതിയിലുള്ള ഒരു രീതിയിൽ ഇൻവേഴ്സ്ഡ് ആയിട്ടിരിക്കും. അതായത് മുകളിൽ ബ്ലാക്ക് ബാർ കൂടുതലും സൈഡ് 2-ലും കൂടുതലും അടിയിലും കുറവും. ഇത് കൂടാതെ അടിയിലും മുകളിലും വേറെ ബ്ലാക്ക് ബാർ. അതായത് 4 ഭാഗത്തും ബ്ലാക്ക് ബാർ. ഒരു ഫ്രെയിമിൽ കറക്റ്റായതല്ലാതെ ഇത് ഇങ്ങനെ പടം പ്രൊജക്റ്റ് ചെയ്ത് എങ്ങനെയാണ് വൃത്തികേടുന്ന വൃത്തികേട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. വൃത്തികേടാണ് അവന്മാർ കാണിച്ചു വെച്ചത്. ഈ സിനിമ നല്ല രീതിയിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നു. ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ നോക്കി സെലക്ട് ചെയ്ത് ഫ്ലാറ്റിൽ കാണാൻ വന്ന ഞാൻ ഊമ്പി എന്നുള്ള അവസ്ഥയായിരുന്നു. സംഭവം ഇവർ ലിസ്റ്റ് ചെയ്ത് ഫ്ലാറ്റ് കൊണ്ടുപോയി ഫ്ലാറ്റ് ലിസ്റ്റ് ചെയ്ത്, പക്ഷേ കോളമാക്കി അത് വെച്ചിട്ടുണ്ട്. അത് പ്രൊജക്റ്റ് ചെയ്ത വിധം മഹാബോറായിരുന്നു. എന്താ കാരണവശത്താണ് എനിക്ക് എന്തും ആയിക്കോട്ടെ, പക്ഷേ എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ലോക ഊളത്തരാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഡയറക്ടറിനോട് നേരിട്ട് കണ്ട് പേഴ്സണലി ഞാൻ അത് കാണിച്ചു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണിച്ചു. പുള്ളിയല്ല, ഗതികെട്ട അവസ്ഥയല്ല. പുതിയ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി, ഒക്കെ പറഞ്ഞു നോക്കി. ഇതാണ് പുള്ളി പറഞ്ഞ അവസ്ഥ. പുള്ളിയുടെ ഒരു നിസ്സഹായ അവസ്ഥ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോയി എനിക്ക്. കാസ്റ്റിംഗ് ക്രൂവും സിനിമ കാണാൻ ഉണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്താണ് കയറിയത്. അവർ കാസ്റ്റിംഗ് ക്രൂ ഭയങ്കര എന്താ പറയുക, അതിനെന്താ പറയുന്നത്, മാസ് ബുക്കിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാവരും ഈ സിനിമ കാണേണ്ട വിധത്തിൽ കണ്ടില്ല. അതായത് ആ ഫുൾ സ്ക്രീൻ നിറഞ്ഞ് ആ ഫ്ലാറ്റ് റേഷ്യോയിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു തന്നെ. മലയാളത്തിൽ വളരെ റെയർ ആയിട്ടാണ് ഫ്ലാറ്റ് റേഷ്യോയിൽ സിനിമ വരുന്നത്. മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ നമ്മുടെ മറ്റേ സിനിമയൊക്കെ ഏതായിരുന്നു, പെരുമാനി, ഇതൊക്കെയാണ് ഫ്ലാറ്റിൽ വന്ന സിനിമകൾ. ബ്രഹ്മയുഗം, ഇതൊക്കെ ഇങ്ങനെ കാണേണ്ട ഒരു ഗതികേട് മലയാളിക്ക്. അതും ഇവിടെ ഫ്ലാറ്റ് സ്ക്രീൻ ഇല്ലെങ്കിൽ കൊള്ളാം. ഫ്ലാറ്റ് സ്ക്രീൻ ഉണ്ട് PVRൽ 2 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇമാതിരി ശോകാവസ്ഥ. PVR ഫോർമുളാണെങ്കിൽ പറയണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല, അവിടെ 5 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഉണ്ട്. എന്നിട്ടും ഈ തിയേറ്റർ തുടങ്ങിയിട്ട് 1 കൊല്ലവും കുറച്ച് മാസങ്ങളായിട്ട് എന്നിട്ട് 60-ന് മുകളിൽ സിനിമകളാണ് തെറ്റായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ തന്നെ അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ടാകുന്ന എനിക്ക് ഡൗട്ടാണ്. തെറ്റായ രീതിയിൽ ഫ്ലാറ്റ് സ്ക്രീൻ ഉണ്ടായിട്ടും തെറ്റായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന അവസ്ഥ. ഈ നമ്മുടെ ഇവിടുത്തെ PVRയുടെ കാര്യമുണ്ടല്ല, വൻ കോമാളിത്തരങ്ങളാണ് നടക്കുന്നത്. വൻ കോമാളിത്തരം പറയിപ്പിക്കും നമ്മളെ കൊണ്ട്. ഇന്നലെ ഞാൻ PXLനെ പറ്റി നല്ലൊരു അഭിപ്രായം പറഞ്ഞോളാം. അപ്പോൾ ദേ കിടക്കുന്നത് വീണ്ടും കോളം. എന്ത് പറയാനാണ്? ശോകം തന്നെയുണ്ട്, ശോകം. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്തായാലും ഇത് അങ്ങനെ മര്യാദക്ക് കാണാൻ പറ്റാത്തതിൽ എന്തായാലും അത് തിരുത്തും എന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകർക്ക് മര്യാദക്ക് ഈ സിനിമ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വളരെ നല്ല ഒരു സിനിമ അനുഭവമായിരുന്നു, എക്സെപ്റ്റ് ഫോർ ദ പ്രൊജക്ഷൻ. ആ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഹാ ഊളത്തരമായിപ്പോയി. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇന്ന് എനിക്ക് വേറെ 3 സിനിമകൾ കൂടിയുണ്ട്. മറ്റേ എന്താണ് ആ സിനിമയുടെ, ഈ സിനിമയുടെ പേരെന്താ? ഞാൻ ഇപ്പോൾ വേറൊരു സിനിമ കാണാൻ വേണ്ടി വന്നേക്കുന്നതാണ്.
ആ സിനിമയുടെ പേര് എന്തോന്നാണ് ഈ സിനിമയുടെ പേര് പെട്ടെന്ന് പറഞ്ഞില്ല, സാഹസം. അത് സാഹസമാവോ ഇല്ലയോ എന്നൊക്കെ പടം കണ്ടിട്ട് പറയാം. എന്തായാലും അതിനുശേഷം എനിക്ക് ഇന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന ടുഗദർ എന്നുള്ള ഒരു ബോഡി ഹൊറർ ഉണ്ട്, അത് കാണണം. അതുപോലെ തന്നെ എനിക്ക് വെപ്പൺസ് എന്നുള്ള സിനിമ കാണാൻ പുതിയതായിട്ട് വയ്യ. അതിവിടെ വനിതയിൽ ഷോ ഉണ്ട്, പക്ഷെ അത് എനിക്ക് കാണാൻ പറ്റുമെന്ന് കണ്ടറിയാം. കാരണം ഈ സിനിമ കണ്ട് തീരുമ്പോഴേക്കും, സാഹസം കണ്ട് തീരുമ്പോഴേക്കും ആ ഷോയിൻ്റെ ടൈം കോയിൻസൈഡ് ആവുമെന്ന് എനിക്കൊരു ഡൗട്ട്. എന്തായാലും കണ്ടിട്ട് അഭിപ്രായം ഇട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ദ വേ, രാവിലെ കൂലിയുടെ ടിക്കറ്റ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വന്ന് ഞാൻ ഓഫി ഗൈസ്, എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ക്യാൻസലേഷൻ വല്ലതും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയുക. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഒപ്പിക്കണം. അപ്പോൾ ശരി, ടാറ്റ.